പുറത്തേക്ക് പഠിക്കാൻ പോകുന്ന പെൺകുട്ടികൾ നശിച്ചു പോകും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയത്തോടും മനസ്സറിഞ്ഞുകൊണ്ട് സോറി ചോദിക്കാണ് സാമ്പത്തികം കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് ഏത് തരത്തിലുള്ള അഡ്ജസ്റ്റ്മെൻറ്റിനും ഇത്തരത്തിലുള്ള കുട്ടികൾ തയ്യാറാകുന്നു. ഹായ് ഹലോ നമസ്കാരം, ഹാഫിസാണ്. നമ്മൾ കുറച്ച് മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. KSRTCയിൽ പാതിരാത്രി നടക്കുന്ന കമിതാക്കൾ എന്നൊക്കെ പറഞ്ഞിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് അത്യാവശ്യം നല്ല വൈറലായി. ഇൻസ്റ്റഗ്രാമിലും അതുപോലെ തന്നെ യൂട്യൂബിലും നല്ല വൈറലായി. അത് ഒരുപാട് ആളുകൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ട്. എന്നെ പോലെ തന്നെ ഒരുപാട് ആളുകൾക്ക് അതുപോലത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതൊക്കെ അതിലറിയാൻ കഴിഞ്ഞു. അതിൽ ഞാൻ ഉന്നയിച്ചൊരു സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു, പുറത്തേക്ക് പഠിക്കാൻ പോകുന്ന പെൺകുട്ടികളൊക്കെ നശിച്ചു പോകും എന്നുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റ്. അതിൽ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, എല്ലാവരും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് നല്ല കുട്ടികളുണ്ട്, എന്നാലും ഒരുവിധം ഭൂരിഭാഗം ആളുകളൊക്കെ ഇങ്ങനത്തെ ഒരു ഇതിൽ പെട്ടുപോകും എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് കമൻറ്റുകൾ വന്നു. ഒരുപാട് ആളുകൾ എൻ്റെ ഇൻബോക്സിൽ വന്നിട്ട് എന്നോട് പറഞ്ഞു. അങ്ങനെ ഒരുപാട് ആൾക്കാർ പറഞ്ഞു ആ ഒരു ഉപയോഗിച്ചൊരു സ്റ്റേറ്റ്മെൻറ്റ് ശരിയല്ല, അങ്ങനെ എങ്ങനെയെന്ന് പറഞ്ഞിട്ട് ഒരുപാട് ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആ ഒരു ഉന്നയിച്ച ഒരു സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണെന്നും അതുപോലെ തന്നെ അത് ഞാൻ പറഞ്ഞത് പറയാൻ പാടില്ലാത്തതായിരുന്നെന്നും ആ ഒരു വിഷയത്തിൽ ഞാൻ എല്ലാവരോടും മനസ്സറിഞ്ഞുകൊണ്ട് സോറി ചോദിക്കാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനൊരു വീഡിയോ ആയിരിക്കും ഇതെന്നാണ് നിങ്ങൾ ചിന്തിക്കുക. എന്നാൽ ഇത് അങ്ങനെ ഒരു വീഡിയോ അല്ല. ഞാൻ എൻ്റെ ആ നിലപാടിൽ ഇന്നും ഉറച്ചു നിൽക്കുന്നുണ്ട്. പുറത്തേക്ക് പഠിക്കാൻ പോകുന്ന പെൺകുട്ടികൾ നശിച്ചു പോകും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. ആ കമൻ്റ് ഇട്ടവരും അതുപോലെ തന്നെ ആ സ്റ്റേറ്റ്മെൻറ്റിൽ എനിക്ക് ഇൻബോക്സിൽ പറഞ്ഞവരോടൊക്കെ പറയാനുള്ളത് തന്നെയാണ്. ഞാൻ എൻ്റെ ആ ഒരു നിലപാടിൽ ഉറച്ചു നിൽക്കും. ഞാനത് നേരിട്ട് നമ്മൾ കണ്ട് അനുഭവിച്ചിട്ടുള്ള ആളുകളായതുകൊണ്ടാണ് ഇത് ഇത്തരത്തിൽ പറയാനുള്ള കാരണം. ഇതേ സമയത്ത് ഞാൻ പറയും, ഒരുപാട് നല്ല കുട്ടികൾ പഠനം മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് പുറത്തേക്ക് പോയി പഠിക്കുന്നുണ്ട്. അവർ ഈ ഒരു കേസുകളിൽ പോലും പെടുന്നു പോലും ഇല്ല എന്നുള്ളതും ഞാൻ പറയും. ഒരുപാട് നല്ല കുട്ടികൾ പുറത്തേക്ക് പോയി പഠിക്കുന്നതിലുണ്ട്. ഈ നല്ല കുട്ടികൾക്ക് പോലും ചീത്തപ്പേരുണ്ടാക്കുന്ന രൂപത്തിലാണ് ഈ ബാക്കിയുള്ള കുട്ടികളുടെ പെരുമാറ്റം എന്നുള്ളതാണ് വേറൊരു സത്യം. അതായത് ഈ പുറത്തു പോയി നല്ല വിദ്യാഭ്യാസം വേണം എന്നുള്ളത് കൊണ്ട് മാത്രം ഉദ്ദേശിച്ച് പുറത്തു പോയി പഠിക്കുന്ന കുട്ടികൾക്ക് പോലും പാരയാകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ പുറത്തു പോയി അലമ്പ് കളിക്കുന്ന കുട്ടികളാണ്. അപ്പോൾ ഈ ഒരു പേടി ഉള്ളത് കൊണ്ട് തന്നെ ഈ നല്ല ഒരു വിഭാഗം കുട്ടികളെ പോലും പുറത്തേക്ക് പഠിക്കാൻ വിടാൻ രക്ഷിതാക്കൾ മടിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ പുറത്തു പോയി പഠിക്കുന്ന കുട്ടികൾ ഇങ്ങനെ കാട്ടുന്ന തെമ്മാടിത്തരങ്ങൾ നമ്മൾ തുറന്ന് കാണിക്കും, നമ്മളത് പറയുക തന്നെ ചെയ്യും. അതുകൊണ്ട് തന്നെ ഈ ഒരു നല്ല വിഭാഗം കുട്ടികൾക്ക് പോലും പഠിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയാണുള്ളത്. അപ്പോൾ ഇതിനുള്ളൊരു സൊല്യൂഷൻ എന്ന് പറയുന്നത് ഇങ്ങനത്തെ തെമ്മാടിത്തരം കാണിക്കുന്നത് നമ്മൾ പറയാതിരിക്കുക എന്നുള്ളതല്ല, ഇങ്ങനെ തെമ്മാടിത്തരം കാണിക്കാതിരിക്കുക എന്നുള്ളതാണ്. പിന്നെ എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിലുള്ള കുട്ടികൾ അവർ സാധാരണ ഉള്ള ലൈഫ് സ്റ്റൈലിൽ നിന്നും മാറിയിട്ട് ഒരു സിറ്റി ലൈഫ് സ്റ്റൈലിലേക്ക് മാറുമ്പോഴും ഇതുവരെ അവർ കാണാത്തതും ഇതുവരെ അവർ അനുഭവിക്കാത്ത കാര്യങ്ങളൊക്കെ അവർ അനുഭവിക്കുമ്പോൾ കാണുമ്പോഴൊക്കെ അവരുടെ ലൈഫ് സ്റ്റൈൽ മാറ്റുന്നതിന് വേണ്ടിയിട്ട്, ലക്ഷറി ലൈഫ് സ്റ്റൈൽ ആക്കുന്നതിന് വേണ്ടിയിട്ട് അവർക്ക് സാമ്പത്തികമായിട്ട് വളരെ ആവശ്യം വരും. അവർക്ക് ലക്ഷറി ലൈഫ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് അതിന് വേണ്ട സാമ്പത്തികം കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് ഏത് തരത്തിലുള്ള അഡ്ജസ്റ്റ്മെൻറ്റിനും ഇത്തരത്തിലുള്ള കുട്ടികൾ തയ്യാറാകും എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും വലിയൊരു വേദനപ്പെടുത്തുന്ന കാര്യം. ഇതൊന്നും ഞാൻ പറയേണ്ട ആവശ്യമില്ല. ഇത് പുറത്ത് ജോലി ചെയ്തവർക്കും പുറത്ത് പഠിക്കാൻ പോയവർക്കും സ്വന്തം നാട് വിട്ട് നിൽക്കുന്ന എല്ലാവർക്കും ഈ കാര്യങ്ങൾ എല്ലാവരും അനുഭവിച്ചറിഞ്ഞതായിരിക്കും. ഇത് നമ്മൾ ഈ പൊതുസമൂഹത്തിൽ പറയുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇത് ഇപ്പോഴും അറിയാത്ത ഏതെങ്കിലും പാവപ്പെട്ട രക്ഷിതാക്കളുണ്ടെങ്കിൽ അവരറിഞ്ഞോട്ടെ എന്നുള്ള രൂപത്തിലാണ് നമ്മളിത് പറയാനുള്ള കാരണം എത്ര നമ്മളെ നാട്ടിലും നമ്മളെ വീട്ടിലും നല്ല രീതിയിൽ നിന്ന കുട്ടിയാണ് എന്നുണ്ടെങ്കിലും ഇവർ പുറത്തേക്ക് പോകുന്ന സമയത്ത് ഇവർ ഇന്ന് വരെ അനുഭവിക്കാത്ത അനുഭവങ്ങളാണ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ അവർ ഇന്ന് വരെ കാണാത്ത കാഴ്ചകൾ കാണുന്നു. അപ്പോൾ അവർക്ക് മനസ്സിലാവുന്നു ഇത്രയും കാലം നമ്മൾ ജീവിച്ചതല്ല ജീവിതം, ഇത്തരത്തിലുള്ള ലക്ഷറി ലൈഫൊക്കെ നമ്മൾ ജീവിക്കണം, അതിന് വേണ്ടിയിട്ട് ചെറിയ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റും നമുക്ക് വിഷയമില്ല എന്നുള്ള രൂപത്തിലേക്ക് ഇവരുടെ മെൻറ്റാലിറ്റി മാറുന്നു എന്നുള്ളതാണ് ഇത്തരത്തിലുള്ള പ്രശ്നത്തിലേക്ക് ഈ കുട്ടികളെ കൊണ്ടെത്തിക്കുന്നത്. ഈ സമയത്ത് നിങ്ങളൊക്കെ വിചാരിക്കുമ്പോൾ എന്താണ് ഇത് പെൺകുട്ടികളെ മാത്രം ഫോക്കസ് ചെയ്ത് പറയുന്നത്, വലിയൊരു പെൺനിരോധിയാണല്ലോ എന്നുള്ളതായിരിക്കും നിങ്ങളുടെ ചിന്താഗതി. ഇത് ആൺകുട്ടികളെ കുറിച്ച് പറയേണ്ട ആവശ്യമില്ല. ഈ ഒരു കാറ്റഗറിയിലേക്ക് ആൺകുട്ടികളെ കുറിച്ചിട്ട് വിഷയം പറയേണ്ട ആവശ്യമില്ല. ഈ പെൺകുട്ടികളെ കുറിച്ച് പറയുന്നതിലും വളരെ അപ്പുറത്തേക്കാണ് ഇവരെ കാര്യങ്ങൾ. ഇതിലുപരി പിന്നെ ഈ ലഹരി ആയാലും അതുപോലെ തന്നെ ലഹരിൻ്റെ മാഫിയകളായിട്ടും ഒക്കെ ഇതിൻ്റെ ബാക്കിൽ വർക്ക് ചെയ്യുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ വലിയൊരു സംഭവമായിട്ട് നമുക്ക് പറയാനുള്ളത്. ഈ ഒരു വിഷയത്തിൽ നമുക്ക് ചെയ്യാനുള്ളത്, അല്ലെങ്കിൽ രക്ഷിതാക്കളായിട്ടുള്ള ആളുകൾക്ക് ചെയ്യാനുള്ളതെന്ന് പറയുമ്പോൾ നിങ്ങൾ എത്രത്തോളം നിങ്ങളെ കുട്ടികളെ സ്ട്രിക്റ്റ് ആക്കുന്നോ അതിനനുസരിച്ച് അവരിത് വീണ്ടും ചെയ്തുകൊണ്ടേ ഇരിക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഓരോരുത്തരുമാണ് ചിന്തിക്കേണ്ടത്. ഇത്തരത്തിലുള്ള ട്രാപ്പിൽ ഒരിക്കലും ഞാൻ പെടില്ല എന്നുള്ള പ്രതിജ്ഞയോട് കൂടിയിട്ടൊക്കെയാണ് ഓരോരുത്തരും മുന്നേറേണ്ടത്. അപ്പോൾ ഞാൻ വീണ്ടും പറയുന്നു, എൻ്റെ നിലപാടിൽ ഞാൻ വീണ്ടും ഉറച്ചു നിൽക്കുന്നു.
പുറത്തേക്ക് പഠിക്കാൻ നിങ്ങളൊരു പെൺകുട്ടിനെ വിടുന്നുണ്ടെങ്കിൽ അവർ നശിക്കാനുള്ള എല്ലാ സാധ്യതകളുമുണ്ട്. അല്ല എന്നുണ്ടെങ്കിൽ സ്വന്തം മനസ്സിൽ അത്രയും ഒരു പ്രതിജ്ഞ ഉണ്ടായിരിക്കണം, ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളിലേക്ക് പോകില്ല എന്നുള്ളത്. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടതുകൊണ്ട് തന്നെ ആരും ഇനി പെൺകുട്ടികളെ പുറത്തേക്ക് പഠിക്കാൻ വിടരുതെന്നൊന്നും ഞാൻ പറയൂല. പെൺകുട്ടികളായാലും വേണ്ടില്ല, ആൺകുട്ടികളായാലും വേണ്ടില്ല, ആരെ പുറത്തേക്ക് പഠിക്കാൻ വിടുന്നുണ്ടെങ്കിലും സ്വന്തം അവനവൻ്റെ മനസ്സിൽ ഈ ഒരു പ്രതിജ്ഞ ഉണ്ടായിരിക്കണം. ഈ പഠിക്കാൻ വിടുന്ന പോലെ തന്നെയാണ് ജോലിക്ക് പോകുന്ന കേസും. അതും കഴിഞ്ഞ വീഡിയോയിൽ ആരൊക്കെ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ജോലിക്ക് പോകുന്നിടത്തുനിന്ന് ഇത്തരത്തിലുള്ള പല പ്രശ്നങ്ങളും ഉണ്ടാവാറുണ്ട് എന്നുള്ളത്. ഇതും ഈ സെയിം അവസ്ഥയാണ്. അപ്പോൾ ഈ നശിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഈ ഒരു സമൂഹത്തിൽ അവനവൻ തീരുമാനം എടുക്കേണ്ടതാണ് എത്തരത്തിൽ നമ്മുടെ ലൈഫ് സ്റ്റൈൽ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളത്. വീണ്ടും ഞാൻ ആവർത്തിച്ച് പറയുന്നു, സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ടതില്ല എന്നുള്ളത്. പിന്നെ അതുപോലെ തന്നെ കഴിഞ്ഞ വീഡിയോയിൽ ഇത്തരത്തിലുള്ളൊരു കമൻസ് വന്നിരുന്നു, പഠിക്കാൻ പോകണം എന്നുള്ള ആഗ്രഹം പറഞ്ഞുകൊണ്ട് കല്യാണത്തിന് വിസമ്മതിപ്പിക്കുന്ന കുട്ടികൾ, അവരൊക്കെ ഉദ്ദേശം ഇതാണ് എന്നുള്ളത്. ഇതൊന്നും ഒരിക്കലും നമുക്ക് അത്തരത്തിൽ പറയാൻ കഴിയില്ല. കാരണം ഇന്നത്തെ കാലത്തെ വിദ്യാഭ്യാസം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ ഒരു വിദ്യാഭ്യാസം കുട്ടികൾക്ക് കൊടുക്കലും വളരെ നിർബന്ധമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു 18-ാം വയസ്സിലൊന്നും കുട്ടികളെ പിടിച്ച് കെട്ടിക്കാതിരിക്കുക, അതിനുള്ളൊരു വീഡിയോ നമ്മൾ വേറെ തന്നെ ചെയ്യുന്നുണ്ട് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെ കുറിച്ചിട്ട്. അപ്പോൾ കുട്ടികൾക്കെല്ലാവർക്കും പഠിക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരിക്കും. അത് നല്ല വിദ്യാഭ്യാസം കിട്ടുന്നത് പുറത്തു നിന്നാണെങ്കിൽ അവിടെ നിന്നുള്ള വിദ്യാഭ്യാസം തന്നെ അവർക്ക് കൊടുക്കുകയും വേണം. അങ്ങനെ പോകുന്ന സമയത്ത് ഇത്തരത്തിലുള്ള കുറച്ച് പ്രശ്നങ്ങളുണ്ട് എന്നുള്ളത് മാത്രം നിങ്ങളൊന്ന് ഓർമ്മ വെക്കുക. അപ്പോൾ ഇത്ര ഈ ഒരു വിഷയത്തിൽ പറയാനുള്ളൂ. ഇനി ഈ ഒരു വിഷയത്തിനെ കുറിച്ചിട്ടൊരു വീഡിയോ ഉണ്ടായിരിക്കില്ല. ഇതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ ചെയ്യണമെന്ന് കരുതി കുറേ ദിവസമായി ഞാൻ നടക്കുന്നു, പക്ഷേ ഒഴിവിട്ടാത്തതുകൊണ്ടായിരുന്നു. ഇതാണ് ഇതിൻ്റെ ഒരു കൺക്ലൂഷൻ എന്ന് പറയുന്നത്. അവനവൻ ശ്രദ്ധിക്കുക. ഞാനും നിങ്ങളും വിചാരിച്ചു കഴിഞ്ഞാൽ ഈ സമൂഹം നന്നാക്കാൻ കഴിയില്ല. എല്ലാവരും വിചാരിച്ചു കഴിഞ്ഞാൽ ഇത് നന്നാക്കാൻ കഴിയുള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ.